ഹലോ. അങ്ങനെ ബാംഗ്ലൂരില് വൈറ്റ് ഗോൾഡിന്റെ 9th ആനിവേഴ്സറി സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇന്നലത്തെ ഒരു ഇവന്റ് നമ്മുടെ ബാബു സാറും വൈറ്റ് ഗോൾഡ് ഫാമിലിയും കണ്ടക്ട് ചെയ്തപ്പോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. ഇന്നലെ 10 കാർസ് ആണ് 9th ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് പെർഫോമേഴ്സിന് സ്റ്റാഫ്സിന് ബാംഗ്ലൂർ കൊടുത്തത്. അതില് എനിക്ക് പേഴ്സണലി ഇഷ്ടമായത്, എപ്പോഴും നമ്മുടെ വൈറ്റ് ഗോൾഡിൽ കേരളത്തിൽ എപ്പോൾ ഇനോഗ്രേഷൻ ഉണ്ടെങ്കിലും ബാംഗ്ലൂരിനെ സാറ് കൊണ്ടുവരുന്ന ഒരാളുണ്ട്, ഹരിയണ്ണൻ ഡ്രൈവറാണ്. ഞാൻ ഒരിക്കലും ഹരിയണ്ണന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഹരിയണ്ണന്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് ചോദിച്ചാൽ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്റെ വീട്ടിലിപ്പോ ഒരു കുഞ്ഞി സ്കൂട്ടറാണുള്ളത്. അപ്പോ വീട്ടിലെ 4 പേരാണ്, ഹരിയണ്ണനും വൈഫും 2 മക്കളും. അപ്പൊ ഞങ്ങൾക്ക് ഒരുമിച്ച് സിനിമയ്ക്ക് പോവാനോ അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോവാനോ ഒന്നും പറ്റാറില്ല. എന്താ പറയാ, 2 പേർക്കല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോ എന്തെങ്കിലും ഒരു ബൈക്കും കൂടി എടുക്കണം, അതാണ് പുള്ളിയുടെ ലൈഫിലെ ആഗ്രഹം. അതാവുമ്പോ 4 പേർക്കും കൂടി ഒരുമിച്ച് പുറത്ത് പോവുകയോ സിനിമയ്ക്ക് പോവുകയോ ചെയ്യാലോ. അതായത് ഒരു ബൈക്കുള്ള ആള് ഒരു ബൈക്കും കൂടെ, കാറൊന്നും മോഹിച്ചിട്ടേ ഇല്ല. ആ സ്ഥാനത്താണ് ഇന്നലെ 10 പേരിൽ ഒരാളായിട്ട് സർപ്രൈസ് ആയിട്ട് വൈറ്റ് ഗോൾഡിന്റെ MD, അതുപോലെ തന്നെ രാഹുൽ, എന്താ പറയാ, എല്ലാവരും കൂടെ ഹരിയാണന്റെ പേര് സ്റ്റേജിൽ അനൗൺസ് ചെയ്യുന്നതും ആ സമയത്ത് അദ്ദേഹം ഞെട്ടി സ്റ്റേജിലേക്ക് വരുന്നതൊക്കെ കേട്ടോ. അപ്പോ ഇന്നിപ്പോ ആ ഒരു ഇവന്റ് കഴിഞ്ഞ് നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്നും സാരഥി സ്വന്തമായിട്ട് കാർ ഓണറൊക്കെ ആയി. ആരാ ഇത്? അറിയണോ? കണ്ടോ? അപ്പോ ഒരു പൂ ചോദിച്ചിട്ട് പൂക്കാലം എന്ന് പറഞ്ഞ പോലെ ഒരു ബൈക്കും കൂടെ വേണം, അതും സ്വന്തമായിട്ട് അധ്വാനിച്ച് മേടിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുകയായിരുന്നു. ഇപ്പൊ ഒരു ബൈക്കിന് പകരം ഇപ്പൊ ഒരു കാറാണ് നമ്മുടെ വൈറ്റ് ഗോൾഡ് ഫാമിലി, ബാബു സാറിന്റെ ഇനീഷ്യേറ്റീവില്, രാഹുലിന്റെ ഇനീഷ്യേറ്റീവില് നമ്മുടെ ഹരിയാണന് കിട്ടിയിട്ടുള്ള. എന്താ പറയാനുള്ളേ? ഇപ്പൊ എന്താ മനസ്സിൽ തോന്നണേ? ഭയങ്കര ഹാപ്പിയാണ് മാഡം. ഞാൻ സാറ് ഇങ്ങനെ എനിക്ക് വണ്ടി കൊടുക്കുന്നു ഞാൻ യോജിച്ചിട്ടില്ല, എനിക്ക് മലയാളം അത്രയൊക്കെ അറിയുന്നില്ല. അതന്നെ സാറ് എന്നോട് പേര് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായി, എൻ്റെ ഫാമിലിയൊക്കെ സന്തോഷമായി. ഇപ്പൊ ഞാൻ ഫാമിലിയോട് വെളുത്ത് പോകണമെങ്കിൽ പുറത്ത് പോകണമെങ്കിൽ കാറിൽ തന്നെ പോകും, 4 ആൾക്കാരും ഒരുമിച്ച് പോകാൻ പറ്റും. ഫസ്റ്റൊക്കെ 2 ആൾക്കാർ ബൈക്കില് 2 ആൾക്കാർ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് മാഡം. ഹരിയണ്ണൻ പറയാണ് എല്ലാ സൺഡേസിലും ചർച്ചിൽ പോകുന്ന സമയത്ത് ഹരിയണ്ണനും മോളും കൂടെ ബൈക്കിലാണ്, എന്റെ വൈഫും മോളും ബസ്സിൽ തന്നെ വരുന്നത്. ഇപ്പൊ അതൊക്കെ മാറി എങ്ങളുടെ MD സാറ് ബാബു സാറ് എനിക്ക് കാർ കൊടുത്തിട്ട് ரொம்ப ரொம்ப താങ്ക് യു സാർ. അയ്യോടാ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇന്നലെ ആയിരുന്നല്ലേ ഇവന്റ്? രാത്രിയൊക്കെ ഉറങ്ങിയിട്ടില്ല മാഡം. ഞാൻ 1:30 വീടെത്തി. 1:30 അപ്പൊ എന്റെ പിള്ളേരൊക്കെ ഭാര്യയോ അപ്പൊ തന്നെ ഡിസ്കഷൻ ചെയ്തു, സാറ് കാർ കൊടുത്തു. ഭയങ്കര ഹാപ്പി ആയി. എന്റെ മോളൊക്കെ ഭയങ്കര സന്തോഷം കൊണ്ട് ഇന്നലെ അവർ ഉറങ്ങിയിട്ടില്ല എന്നാ പറഞ്ഞത്. ഇത്രേ ഉള്ളൂ. അതായത് അർഹതയുള്ളവരുടെ കയ്യിലേക്ക് ഇങ്ങനെ ഓരോന്നെത്തുമ്പോ അവരത്ര വാല്യുബിൾ ആയിട്ട് കാണുമ്പോ അവരുടെ സന്തോഷം കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം. അപ്പോ ബാബു സാറിനും വൈറ്റ് ഗോൾഡ് ഫാമിലിക്കൊക്കെ ചെയ്തത് വലിയ മാസാണ് കേട്ടോ. താങ്ക് യു ബാബു സാർ, താങ്ക് യു വൈറ്റ് ഗോൾഡ് ഫാമിലി.